ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AKG വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പപ്പായ കൊണ്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഫേസ് പാക്കിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ അവർ ഈ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ കുറച്ച് നാളായി ഞാൻ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർക്കുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. നമ്മുടെ ഈ ഫേസ് പാക്കിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു പപ്പായ കൊണ്ടുള്ള ഫേസ് പാക്ക് ചെയ്താൽ ഉണ്ടാവുക എന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ. പപ്പായ ഫേഷ്യൽ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യുന്നവരും ഉണ്ടാവും. അത്തരക്കാർക്ക് കൂടെ ഇത് നല്ലൊരു പ്രയോജനകരമാവും എന്ന് വിചാരിക്കുന്നു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ് ഈ ഒരു പപ്പായ ഫേസ് പാക്ക് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പപ്പായ എന്ന് പറയുന്നത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷക ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒന്നാണ് പപ്പായ. പിന്നെ അതിൽ വിറ്റമിൻ എ അടങ്ങിയിരിക്കുന്നതിനാൽ നമ്മുടെ കാഴ്ചശക്തിക്ക് അത് നല്ലതുമാണ്. പിന്നെ നമ്മൾ ഉള്ളിൽ കഴിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ചർമ്മ സംരക്ഷണത്തിനും പപ്പായ നല്ലതാണ്. പിന്നെ പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ, സി, ലൈക്കോപ്പിൻ എന്നിവ നമ്മുടെ ചർമ്മത്തെ തിളക്കമുള്ളതും നിറമുള്ളതും അങ്ങനെ നമ്മുടെ ചർമ്മം നല്ല യുവത്വത്തോടെ നിലനിർത്താനായിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയാനുള്ളതായിട്ട് പപ്പായയിൽ പെപ്റ്റൈൻ എന്ന എൻസൈം അടങ്ങിയിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചർമ്മത്തെ ആരോഗ്യമുള്ളതാക്കുകയും അതുപോലെ തന്നെ ചർമ്മത്തിൻ്റെ ഇലാസ്തികത വർദ്ധിപ്പിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പപ്പായയുടെ ബെനിഫിറ്റ്സ് എന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് ഫേസ് പാക്കിലേക്ക് പോകാം. പിന്നെ ഫേസ് പാക്ക് എന്ന് പറയുന്നത് 2 സ്റ്റെപ്പായിട്ടാണ് ഞാനിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ബ്ലീച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് 2 ഇൻഗ്രീഡിയൻസ് ആണ്, പപ്പായയും പിന്നെ തേനും. ഈ 2 ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഫേസ് പാക്ക് എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പാണ്, അതായത് സെക്കൻഡ് സ്റ്റെപ്പാണ്. അത് ഞാൻ വീഡിയോ ചെയ്യുന്നതിലൂടെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ വേണ്ടതെന്നുള്ളത് പറയാം കേട്ടോ. അപ്പോൾ ഇതാ പപ്പായ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 5-6 കഷ്ണം പപ്പായയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. എൻ്റെ ഫേസിലേക്ക് വേണ്ടുന്ന പപ്പായയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് പഴുത്ത പപ്പായയാണ് കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് നല്ല പ്യുവർ ഹണിയാണ്. ഇനി നമ്മൾ ഈ പപ്പായ നന്നായിട്ട് കൈകൊണ്ട് ഉടച്ചെടുക്കുക. എനിക്കിത് കൈകൊണ്ട് ഉടച്ചെടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് മിക്സിയിലൊക്കെ ഇട്ടിട്ട് അരച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടും. കൈകൊണ്ട് ഉടയ്ക്കുമ്പോൾ നമുക്ക് അത്രയ്ക്കൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പം ഞാനിതാ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. കൈകൊണ്ട് ഉടയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ കിട്ടുക. ഇനി ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഹണി ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ സ്പൂൺ കൊണ്ട് തന്നെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടും. കണ്ടില്ലേ? അപ്പം നമ്മുടെ ബ്ലീച്ചിങ്ങിനായിട്ട്, അതായത് ക്ലീനിങ്ങിനായിട്ട്, ഫേസ് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു പാക്ക് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഈ ഒരു ക്ലീനിങ് പാക്ക് ഫേസിലിട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു ക്ലീനിങ് പാക്ക് നമ്മൾ ഫേസിലിടുന്നതിന് മുമ്പായിട്ട് ഫേസ് വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. കാരണം ഇത് ഫേസ് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു പാക്കാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ക്ലീനിങ് പാക്ക് നമ്മൾ ഇട്ട് കൊടുക്കുമ്പം 2 സെക്കൻഡോളം വളരെ ജെൻറ്റിൽ ആൻഡ് സോഫ്റ്റ് മസാജിലൂടെ വേണം നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ എത്രത്തോളം മസാജ് ചെയ്ത് കൊടുക്കുന്നോ അത്രത്തോളം നമ്മുടെ ഫേസിന് അത് ഗുണം ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിരിക്കാനും മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനും ഈ ഒരു ക്ലീനിങ് പാക്ക് ആഴ്ചയിൽ 3-4 തവണ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഓയിലി സ്കിന്നുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ ഹണിക്ക് പകരം റോസ് വാട്ടർ ആഡ് ചെയ്തിട്ട് ഈ ഒരു ക്ലീനിങ് പാക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു 10-15 മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്തിട്ട് ഫേസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാനിതാ ഫേസ് വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഫേസ് നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ ഞാൻ മിക്ക ഫേസ് പാക്കുകളും രാത്രിയിലാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഒരു 7 മണി 8 മണി ആ സമയത്താണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ അതാണ് നമുക്ക് നമ്മുടെ ഫേസിനും നല്ലത് കേട്ടോ. രാത്രിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാം. പിന്നെ ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു പാക്കിൽ 2 സ്പൂണ് മുൾട്ടാണി മിട്ടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേറെ തന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ പപ്പായയും അതുപോലെ 2 സ്പൂൺ ഹണിയും വേറെ തന്നെ എടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തത് ബാക്കിയുള്ളത് കൊണ്ട് അതിലേക്ക് 2 സ്പൂൺ മുൾട്ടാണി മിട്ടിയും ഹാഫ് ഓഫ് ലെമൺ ജ്യൂസും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതിലേക്ക് 1 സ്പൂൺ ഹണി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ.
ഓയിലി സ്കിന്നുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഹണിക്ക് പകരം റോസ് വാട്ടർ ആഡ് ചെയ്തിട്ട് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാക്ക് ഫേസിലെല്ലായിടത്തായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്കിതൊരു 10-15 മിനിറ്റ് ഫേസിൽ വെക്കാവുന്നതാണ്. പക്ഷേ ഇത് പെട്ടെന്ന് ഡ്രൈ ആവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ ഇത് ഡ്രൈ ആയിട്ട് വരുന്നുണ്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു ജെൻറ്റിൽ മസാജിലൂടെ നമുക്ക് ഈ ഒരു പാക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, തേൻ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് നോറിഷ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ പപ്പായയിലെ എൻസൈമുകളും നാരങ്ങാ നീരിലെ വിറ്റമിൻ സിയും നമ്മുടെ ചർമ്മത്തെ ശുദ്ധീകരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നാരങ്ങാ നീരിലെ വിറ്റമിൻ സി സൂര്യതാപം തടയാനായിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ 2 തവണ ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ്. സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഹൈഡ്രേഷൻ ഉള്ള പോലെയും അതുപോലെ നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. കാണുന്നില്ലേ? എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അത്. ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മോയ്സ്ചറൈസറിൻ്റെ ആവശ്യം വരുന്നില്ല. വേണമെന്നുള്ളവർക്ക് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു പാക്കിൽ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ തേനിന് പകരം റോസ് വാട്ടർ ആഡ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു പാക്ക് ടീനേജേഴ്സിനും ചെയ്യാവുന്നതാണ്. അടിപൊളി പാക്കാണ്. ഒന്ന് ചെയ്ത് നോക്കുക. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു പാക്ക്. ഞാനിത് 2-3 തവണയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ 4ാമത്തെ തവണയാണ് ഈ ഒരു പാക്ക് ചെയ്യുന്നത്. അടിപൊളിയാണ്. നമുക്ക് എവിടെയെങ്കിലും മാരേജ് ഫംഗ്ഷനൊക്കെ പോകാനുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. തലേന്ന് നല്ല അടിപൊളിയായിട്ടിരിക്കും. പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.